ഒരിക്കൽ പശ്ചാത്തല രാജ്യത്ത് വസ്ത്രം മാറുന്നത്ര ലാഘവത്തോടെ വിവാഹമോചനവും ആത്മഹത്യയും നടന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവമാണ് ഞാൻ ആരംഭകാലത്തിൽ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഞാനിത് പറയുവാനായിട്ട് കാരണം, കഴിഞ്ഞ നാളിൽ ഒരു മാതാവും 2 കുഞ്ഞുങ്ങളും തങ്ങളുടെ ജീവനെ ആറ്റിൽ ഒഴുക്കിക്കളയുവാൻ തക്കൊണ്ട് ഇടയായത് എൻ്റെ ഹൃദയത്തെ വളരെ വേദനിപ്പിച്ചു. ക്രിസ്തീയ സമൂഹത്തിൽപ്പെട്ട ഒരു സഹോദരിയും 2 കുഞ്ഞുങ്ങളുമാണ് ആ അവസ്ഥയിലേക്ക് കടന്നുപോയത്. അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, പശ്ചാത്തല രാജ്യങ്ങളില് വിവാഹ ജീവിതമൊക്കെ വസ്ത്രം മാറുന്നത് പോലെ മാറുമായിരുന്നുവെങ്കിൽ, അതുപോലെ ആത്മഹത്യ പെരുകിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നെങ്കിൽ, ഇന്ന് ദൈവത്തിന്റെ നാടെന്ന് പറയുന്ന ഈ കൊച്ചു കേരളത്തിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഞാൻ അതിലേക്കൊന്നും കടന്നു വരുന്നില്ല. ഇതൊക്കെ ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതൊക്കെ ഓർപ്പിക്കുന്നത് എന്റെയും നിങ്ങളുടെ അരുമനാഥന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പശ്ചാത്തല രാജ്യത്ത് നടന്നൊരു സംഭവം ഇതായിരുന്നു. ഒരു പുരോഹിതനും തന്റെ കൊച്ചമ്മയും ചേർന്നൊരു കുടുംബജീവിതം. അവർക്ക് അനേക നാളുകളായി മക്കളില്ലാതിരുന്നു. അവരനേക പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. സ്വർഗത്തിലെ ദൈവം അവർക്കൊരു പെൺകുഞ്ഞിനെ ദാനം ചെയ്തു. അവരുടെ സന്തോഷത്തിന് പേരായി അവര് ആ കുഞ്ഞിന് ജോയ്സ് എന്ന പേരിട്ടു. ജോയ്സ് എന്ന വാക്കിന്റെ അർത്ഥം ഇതാ, സന്തോഷമാണ്, ജോയ്സ്. അപ്പൊ ആ കുഞ്ഞിനെ ജോയ്സ് എന്ന പേരിട്ടു. പ്രിയപ്പെട്ടവരെ അവള് 15 വയസ്സ് പൂർത്തീകരിച്ചപ്പോൾ, നമുക്കറിയാം പശ്ചാത്തല രാജ്യങ്ങളില് അവരവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ള രാജ്യമാണ് പശ്ചാത്തല നാടുകളില്. ചില പ്രായത്തിൽ അവളുടെ കൗമാരത്തിൽ മാതാപിതാക്കൾ അവളെ ദൈവത്തിന് സ്തോത്രം ക്രൈസ്തവ മതനിഷ്ഠകളിലും ചിട്ടകളിലും അവൾക്ക് വലിയ താല്പര്യം കൊടുത്തിരുന്ന ജോയ്സിനെ അവർ പഠിപ്പിച്ചിരുന്നു. ദൈവത്തിന് സ്തോത്രം. കൊടുത്തിരുന്നു ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പശ്ചാത്തല നാടുകളിൽ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. എന്നാൽ അവളുടെ മാതാപിതാക്കൾ അവളെ ക്രൈസ്തവ നിഷ്ഠകളിലും ചിട്ടകളിലും അവൾക്ക് വലിയ താല്പര്യം കൊടുത്തിരുന്നു. എന്നാൽ 15 വയസ്സ് പൂർത്തീകരിച്ചപ്പോൾ ജോയ്സ് എന്ന പെൺകുട്ടിക്ക് ആ ക്രിസ്തീയ ജീവിതത്തിന്റെ നിഷ്ഠകളോ അനുഷ്ഠാനങ്ങളോ അവൾക്ക് കാര്യം ആക്കുവാനായിട്ട് അവളെ കരുതിയില്ല. അവൾ അതിനെ വലിയ മുൻഗണന കൊടുത്തില്ല. അവൾ പറയുക, ആവശ്യങ്ങൾ വരുമ്പോ പ്രാർത്ഥിച്ചാൽ മതിയല്ലോ, ആവശ്യം വരുമ്പോൾ പ്രാർത്ഥിച്ചാൽ മതിയല്ലോ. എനിക്ക് 15 വയസ്സ് പൂർത്തീകരിച്ചു. എന്നാൽ അവൾക്കൊരു പ്രത്യേക കഴിവ് ദൈവം കൊടുത്തിരുന്നു. അവൾ പിയാനോ വായിക്കുന്നതിൽ ഏറ്റവും സമൃദ്ധിയായിരുന്നു. പ്രിയപ്പെട്ടവരെ അവള് എല്ലാ ഗാന ശുശ്രൂഷകളിലും അവൾ പിയാനോ വായിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ അവൾക്ക് ഒരു തുണയെ അവൾ തന്നെ കണ്ടെത്തുവാനായിട്ട് ഇടയായി തീർന്നു. അവരുടെ വിവാഹ ജീവിതം ഏറെ മതിരിക്കുന്ന വിവാഹ ജീവിതമായിരുന്നു. അവര് മുൻപോട്ട് പോയപ്പോൾ അവരുടെ വിവാഹ ജീവിതത്തിൽ 2 പൂക്കൾ വിടരുവാനായിട്ട് ഇടയായി തീർന്നു. 2 കുഞ്ഞുങ്ങളെ അവർക്ക് കൊടുത്തു. കുഞ്ഞുങ്ങള് ജനിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ കൊണ്ട് പോകുമ്പോൾ ആ കുഞ്ഞുങ്ങളെ നോക്കുവാനായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായ സന്ദർഭത്തിൽ അവളോട് അവളുടെ പ്രിയപ്പെട്ട ഭർത്താവ് പറഞ്ഞു, നീ പിയാനോ ഒന്നും വായിക്കാനോ സാമൂഹ്യ പ്രവർത്തനങ്ങളൊന്നും പോകണ്ട, നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുവാനായിട്ട് പറയുവാനായിട്ട് ഇടയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവൾക്ക് അത് ഇഷ്ടമായില്ല. എന്നാൽ അവൾ ചെറുപ്രായം മുതലുള്ള അവൾക്ക് അനേക ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരൊക്കെ വിശ്വാസ ജീവിതത്തിൽ തന്നെയായിരുന്നു. പലപ്പോഴും ഇവരുടെ ഈ ദൈവസഭയിലുള്ള അകൽച്ചയെ അവർ പലപ്പോഴും അവളോട് പറയുമായിരുന്നു, അങ്ങനെയല്ല, ഈ ലോകം ഇവിടെ കൊണ്ട് അവസാനിക്കുക. എന്നാൽ അതിനക്കരെ മറുകരയിൽ ഒരു ജീവിതമുണ്ടെന്ന് അവളെ ഓർപ്പിക്കുക പതിവായിരുന്നു. അങ്ങനെ അവൾക്ക് ഭർത്താവിനോട് കൈപ്പിരസം ഉണ്ടാകുവാനിടയായിരുന്നു. എത്ര സന്തോഷകരമായി ജീവിച്ച കുടുംബം. കൈപ്പിരസത്തോടുകൂടി അവൾ ഇടപെടുവാനായിട്ട് തുടങ്ങി. ഒടുവിൽ അവരുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അവിടെ വിവാഹബന്ധം വേർതിരിക്കുന്നതിന് യാതൊരു ബാധ്യതകളുമില്ല. അവരെ വിവാഹബന്ധം വേർതിരിക്കണമെന്ന് ആഗ്രഹിച്ച് അവർ തമ്മിൽ സംസാരിച്ച് പിണങ്ങി പിരിയുവാനായിട്ട് ഇടയായിട്ട് ഒടുവിൽ ഭർത്താവ് ജോലിക്ക് കടന്നുപോയ സന്ദർഭത്തിൽ ഇവരുടെ ബ്ലേഡുമായിട്ട് ഇനിയും ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവള് ഒരു ബ്ലേഡുമായി ബാത്റൂമിലേക്ക് കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, അവള് ബാത്റൂമിലേക്ക് കടന്നു പോകുന്ന നിമിഷം മുതൽ ഫോൺ കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അവള് പറഞ്ഞു, ഞാൻ എടുക്കാൻ പോകുന്നില്ല.
ഒരുപക്ഷെ എന്റെ ഫ്രണ്ട്സും എല്ലാം വിളിക്കുകയായിരിക്കും, ഞാനത് എടുക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഫോൺ കോളുകൾ അവളുടെ ഹൃദയത്തെ ഒന്ന് മാറ്റിമറിക്കുവാനായിട്ട് ഇടയായി തോന്നി. എന്താ ഇങ്ങനെ തെരുവരെ ഈ ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്? ഒടുവിൽ അവളുടെ ഉദ്യമത്തിൽ നമ്മൾ തൽക്കാലം പിന്മാറി ഒന്നുകൂടെ റിസീവർ എടുത്തിട്ട് അവൻ തീരുമാനത്തിലേക്ക് പോകാമെന്ന് അവൾ തീരുമാനിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ മറുവശത്തുള്ള റിസീവറിൽ അവൾ കേൾക്കുന്ന ശബ്ദം ഇതാണ്: ജോയ്സേ, നീ ഇപ്പോൾ എന്ത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും നീ ഇത് ശ്രദ്ധിക്കുക, ബുദ്ധിശൂന്യയാകാതെ നീ ചെയ്യണമെന്ന് കർത്താവ് ഇച്ഛിക്കുന്നത്, നിന്നെ കുറിച്ച് കർത്താവ് എന്താണ് ഇച്ഛിക്കുന്നത് അത് നീ ചെയ്യണമെന്ന് ആമേൻ അവളോട് മറുതലക്കിൽ നിന്നുകൊണ്ട് അവളുടെ ഫ്രണ്ട്സ് അവളോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതെങ്ങനെ സംഭവിച്ചെന്നറിയാമോ? ആ ഫ്രണ്ട്സിനെ ദൈവാത്മാവ് ഓർപ്പിച്ചു കൊടുത്തതാ. ഇതാ ഇവൾ ആത്മഹത്യയിലേക്ക് കടന്നു പോകുന്നു, നിന്റെ കൂട്ടുകാരിയ, അവളെ അതിലേക്ക് കടത്തി വിടുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് അവളാണ് ഫോൺ കോള് അവളാണ് അടിച്ചുകൊണ്ടിരുന്നത്. അവൾ നിർത്താതെ അടിച്ചുകൊണ്ടിരുന്നു. അവൾ എപ്പോഴെങ്കിലും നിർത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൾ മരണപ്പെട്ടു പോകുമായിരുന്നു. അവൾ ഇങ്ങനെ പറഞ്ഞു: ജോയ്സേ, നീ ഇപ്പോൾ എന്ത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും നീ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതെന്താണെന്നറിയാമോ? നിന്റെ കർത്താവിന് നിന്നെ കുറിച്ച് ഒരു ആഗ്രഹമുണ്ട്. നിന്റെ കർത്താവ് നിന്നെ കുറിച്ച് ഇച്ഛിക്കുന്നത് എന്താണെന്ന് നിനക്കൊന്ന് കണ്ടുപിടിക്കുവാനായിട്ട് കഴിയുമോ എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. എന്നിട്ട് അവൾ ഉടനെ എഫെസ്യ ലേഖനം എടുക്കേണ്ട 5:17 ഇങ്ങനെ അവൾ കൊച്ചിലെ പഠിച്ചിട്ടുള്ളൊരു വചനം അവളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. നഷ്ടപ്പെട്ടു പോയതിനെ തേടി പിടിച്ചു രക്ഷിക്കുവാനാണ് മനുഷ്യപുത്രൻ ലോകത്തിൽ വന്നതെന്ന് ചെറുപ്പത്തിൽ പഠിച്ച വേദവാക്യം അവളുടെ ഉള്ളത്തിലേക്ക് കടന്നു വന്നു. നിങ്ങൾക്കറിയണമോ, ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾ ചെയ്യുവാൻ പോയ തെറ്റിനെയും കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത പാപങ്ങളെയും യേശു ക്രിസ്തുവിന്റെ മുൻപിൽ മുട്ടുകുത്തി ഏറ്റുപറയുകയും മാത്രമല്ല, പ്രിയപ്പെട്ടവരെ, ഞാൻ ക്രിസ്തുവിനായി ജീവിക്കുമെന്ന് ഒരു തീരുമാനമെടുക്കുകയും ചെയ്യുവാനിടയായി. നോക്കിയേ, ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടൽ, പരിശുദ്ധ റൂഹായുടെ അത്ഭുതകരമായ ഇടപെടൽ അവളിൽ ഉണ്ടായപ്പോൾ അവൾ തീരുമാനമെടുത്തു: ഞാൻ ആത്മഹത്യ ചെയ്യില്ല, ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുക. എന്നാൽ അന്ന് രാവിലെ ഒരു പിണക്കായപ്പോൾ ഭർത്താവും തീരുമാനിച്ചു: ഞാനും ആത്മഹത്യ ചെയ്തേക്കാം. അതേ ഒരു കത്തെഴുതി താൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഈ പ്രിയപ്പെട്ട സഹോദരിക്ക് എത്തിച്ചു കൊടുക്കുവാനായിട്ട് ഏൽപ്പിച്ചിരുന്നു തന്റെ ഒരു സ്റ്റാഫിനെ. ദൈവത്തിന് സ്വന്തം. വൈകുന്നേരം ജോയ്സിന്റെ ഭർത്താവ് ഓഫീസിൽ നിന്ന് വന്നപ്പോൾ ജോയ്സ് ഇവളുടെ പുനർജന്മത്തെ കുറിച്ച് ജോയ്സ് സംസാരിച്ചപ്പോൾ ആ സംഭവം എല്ലാം വിവരിച്ച് ഭർത്താവിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ എഴുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. അയാളുടെ പോക്കറ്റിൽ നിന്ന് എഴുത്തെഴുതി അവൾക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു: ഈ കത്ത് കാണുമ്പോഴേക്കും ഞാൻ ലോകത്തോട് വിട വാങ്ങിയിരിക്കുമെന്ന് തന്റെ ഭാര്യയ്ക്ക് എഴുതിയ കത്തായിരുന്നു. പ്രിയപ്പെട്ടവരെ, 2 കുടുംബങ്ങള് പശ്ചാത്തല നാട്ടിൽ നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുള്ളപ്പോൾ അവർ രണ്ടുപേരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സ്തോത്രം ആത്മഹത്യ ചെയ്യാതെ അവരെ നേടുവാനായിട്ട് ഇടയായി തീർന്നു. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ വിവരിക്കുന്നില്ല. അദ്ദേഹവും അതിനായിട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരുന്നു. വീട്ടിൽ ചെന്ന് തീരുമാനമെടുത്ത് ആത്മഹത്യ ചെയ്തേക്കാമെന്ന് കരുതിക്കൊണ്ട് മടങ്ങി ദൈവത്തിന്റെ ആത്മാലയത്തെ വീട്ടിലെത്തിച്ചപ്പോൾ ആ കുടുംബത്തെ ദൈവത്തിന് നേടുവാനായിട്ട് കഴിഞ്ഞു. ഈ കത്ത് എഴുതി കഴിഞ്ഞപ്പോൾ കർത്താവ് ഈ പ്രകാരം സംസാരിക്കുന്നത് അവർക്ക് ബോധ്യമായി. അവരോട് സംസാരിക്കുക: ആത്മഹത്യ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമല്ല, ഞാനാണ് നിന്റെ പ്രശ്നത്തിനുള്ള പരിഹാരം. ഞാൻ നിനക്ക് സമർത്ഥമായി ജീവൻ നൽകുവാനാ വന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഒരു പുതിയ മനുഷ്യരായി തീരണമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാ. അങ്ങനെയാണെങ്കിൽ ജോയ്സിനും ഭർത്താവിനും ഒരു പുനർജന്മം നൽകിയെങ്കിൽ ഇന്ന് പകൽക്കാലം വാട്സപ്പിലൂടെ ഞങ്ങളെ ശ്രമിക്കുന്ന ആരെങ്കിലും, ആത്മഹത്യ ചെയ്യണമെന്ന് നിരാശപ്പെട്ട് ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ലോകത്തിന്റെ മോഹത്തിലും ലോകത്തിന്റെ സന്തോഷത്തിലും ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ പിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്ന ഒരു കുരിശിന്റെ പാതയുണ്ട്. ആ പാതയിലൂടെ
ഞാനും നിങ്ങളും കുരിശിന്റെ ക്രിസ്തുവിന്റെ കുരിശെടുത്തുകൊണ്ട് അവനെ അനുഗമിച്ചുകൊണ്ട് ഒരു സ്വർഗരാജ്യത്തിന്റെ അവകാശിയായി തീരുവാൻ തക്കവണ്ണം നമ്മളെ പഠിപ്പിച്ച ആ പാതയിലൂടെ ഞാനും നിങ്ങളും മുൻപോട്ട് പോകാൻ ആഗ്രഹിച്ചാൽ നിന്റെ ആത്മഹത്യാശ്രമം എന്നേക്കുമായി നിനക്ക് ഉപേക്ഷിക്കുവാനായിട്ട് കഴിയും. നീ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവനാണോ? എന്നെ ആരും സഹായിപ്പാൻ ഇല്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണോ? എന്നാൽ നിന്നെ സഹായിക്കുവാന് നിന്റെ പ്രശ്നത്തിന് പരിഹാരം തരാന് സമർത്ഥമായ ജീവൻ നൽകുവാൻ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, ആ വലിയ നാളുകളുടെ ഓർമ്മയിലൂടെ ഞാനും നിങ്ങളും കടന്നു പോവുകയാണ്. നമുക്കറിയാം, കർത്താവിനെ കല്ലറയിൽ അടക്കം ചെയ്തു. അതിനുശേഷം നമ്മൾ അറിയുകയാണ്, അരിമത്തിയിലെ യോസഫിന്റെ കല്ലറയായിരുന്നല്ലോ ആ കല്ലറ. കർത്താവിനെ അടക്കിയ കല്ലറ ആരും വെച്ചിട്ടില്ലാത്ത കല്ലറയാ. എന്നാൽ 3-ാം നാൾ കർത്താവ് ഉദ്ധിതനായി തീർന്നു. അത് നമ്മള് ആരാധനയിലൂടെ, ദുഃഖവെള്ളിയാഴ്ചയുടെ അനുഭവം കഴിഞ്ഞ് തുടർന്ന് ഉയർപ്പിന്റെ ശുശ്രൂഷയിലൂടെ അത് നമ്മൾ മനസ്സിലാക്കിയത് നമ്മൾ ഓർക്കണം. ദൈവത്തിന് സ്വത്രം. അങ്ങനെയാണെങ്കിൽ ഉയർപ്പിന് ശേഷം ഈ നാളുകളിൽ നമ്മുടെ കർത്താവ് 40 നാളോളം ഭൂമിയിൽ താൻ ജീവിച്ചിരിക്കുന്നുവെന്നും താൻ ക്രിസ്തുവാണെന്നും തെളിയിക്കേണ്ടതിന് ശിഷ്യന്മാർക്കും അനേകർക്കും പ്രത്യക്ഷപ്പെട്ടു. അതിലെ ചില കാര്യങ്ങൾ മാത്രം ഓർപ്പിച്ച് ഞാൻ വേഗത്തിൽ കമ്പിവാക്യത്തിൽ എന്ന വാക്കുകൾ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കുറിവാക്യം ഒരിക്കലും മറക്കരുത്. മത്തായി 28:20 വായിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല യാതൊരു ശിശുവായിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോടെ എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. നമ്മൾ വായിച്ച ഒരു വാക്യം ഇതാണ്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. അതിന് മുമ്പ് ഒരു വേടുണ്ട്, ശിഷ്യന്മാരോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഇന്ന് ലോകമൊക്കെയും ക്രിസ്ത്യ വിശ്വാസികൾ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുവാനായിട്ട് കഴിഞ്ഞത്. അതിന് മുകളിലത്തെ വാക്യം വായിച്ചേ. പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പിതാക്കന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവരുടെ ഹൃദയത്തിൽ അവരൊരു കാര്യം കണ്ടു. വിശുദ്ധ കുർബാനയില് ദൈവത്തിന്റെ സ്തോത്രം, വിശുദ്ധ വചനം വായിക്കുന്നുണ്ട്, ഏവൻഗേലിയൻ വായിക്കുന്നുണ്ട്. ആ വായനയിലൂടെ വേണം നമ്മൾ വിശദീകരണത്തിലൂടെ മുൻപോട്ട് പോകാനെന്ന് പിതാക്കന്മാർക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു. എന്നിട്ട് പുരോഹിതന്മാർ ജനത്തെ തർജ്ജനം ചെയ്യണം, അവരെ ഉപദേശിക്കണമെന്ന് പിതാക്കന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാണിച്ചു തന്ന മാതൃകയാ നമ്മുടെ ദേവാലയത്തിൽ നിന്നും പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ എല്ലാവരെയും ശിഷ്യരാക്കിക്കൊള്ളുവാൻ തക്കവണ്ണം, ഉപദേശിക്കത്തക്കവണ്ണം എന്ത് അവർക്ക് ഉണ്ടായിത്തീരുമെന്നാണ് പറഞ്ഞത്. പ്രവൃത്തി 1:6 നമ്മൾ വരുമ്പോൾ അവർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ, പ്രവൃത്തി 1:6 വായിച്ച് ഏകത്തിൽ വായിരും. പ്രവൃത്തി 1:8 രണ്ടുപേരും ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട് പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളവയല്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ഓർക്കണം, പിതാവ് കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് അനേക ആളുകൾ ഇന്ന് വളരെ വിഷലിപ്തമായ കാര്യങ്ങൾ ലോകത്തോട് വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാ. ഇവിടെ വായിച്ച വാക്യത്തിൽ നമുക്കറിയാം, അത് പിതാവിന്റെ കയ്യിലുള്ള കാര്യമാണ്. പിതാവ് പുത്രനെ അയക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത് പോലെ മധ്യാകാശത്ത് യേശു കർത്താവ് വരികയും മരിച്ചുപോയ വിശുദ്ധന്മാരെയും ജീവനുള്ള വിശുദ്ധന്മാരെയും ഒരുമിച്ച് രൂപാന്തരപ്പെട്ട ശരീരത്തിൽ ചേർത്തുകൊണ്ട് പിതാവിന്റെ അടുക്കലേക്ക്, സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്യുമെന്നാണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. 8-ാം വാക്യത്തില് ഇങ്ങനെ പറയുന്നുണ്ട്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ശക്തി ലഭിച്ചിട്ട് എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാവും എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇത് ഈ ഭാഗത്തെ കുറിച്ച് നമ്മൾ വരുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ വിടുകയാ. നിങ്ങൾക്ക് ശക്തി ലഭിക്കാതെ ഈ ശുശ്രൂഷയിൽ മുൻപോട്ട് പോകുവാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം ഒരു പുരോഹിതനെ അടിക്കുന്നത് കാണുവാനായിട്ട് ഇടയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് ക്രിസ്തീയ സഭയുടെ ആരംഭകാലം മുതൽ തന്നെ
രക്തസാക്ഷികൾ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ കർത്താവിന്റെ സഭയായത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ഭാരപ്പെടുകയല്ല ചെയ്യേണ്ടത്, നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ പ്രാർത്ഥനാ മനുഷ്യരായി തീരുകയാണ് ചെയ്യേണ്ടത്. ആമേൻ. ഇങ്ങനെയുള്ള ആളുകളെ ഉപദ്രവിക്കുക, ആമേൻ, അവർക്ക് ഒരു നല്ല അവർക്ക് ഒരു നല്ല അറിവ് പരിശുദ്ധാത്മാവിനാൽ അവർക്ക് പാപബോധവും പശ്ചാത്താപവും കൊടുത്ത് അവരെ മടക്കി വരുത്തുവാനായിട്ട് വിശ്വാസികൾ പ്രാർത്ഥിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ട് ഇരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, 40 നാളോളം അവൻ പലർക്കും പ്രത്യക്ഷനായിരുന്നു, താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളിലൂടെ തന്റെ ശിഷ്യന്മാർക്കും അനേകർക്കും കാണിച്ചു കൊടുത്തു എന്ന് അവിടെ കാണുകയാണ്. ആമേൻ. ഉയർപ്പിന് ശേഷം ആർക്കൊക്കെയാണ് അവൻ പ്രത്യക്ഷപ്പെട്ടത് എന്ന് നമ്മൾ നോക്കുവാനായിട്ട് പോവുകയാണ്. ആമേൻ. ഒന്നാമതായിട്ട് നമുക്കറിയാം, കർത്താവ് ഉദ്ധിതനാകുന്നതിന് ആയ ശേഷം മഗ്ദലക്കാരത്തി മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം മറ്റു സ്ത്രീകൾക്കും പ്രത്യക്ഷപ്പെട്ടതായി നമ്മൾ കാണുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 1-ാം വാക്യം ആണെന്ന് തോന്നുന്നത് വായിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 20:1. ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ, അതന്നെ, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറ വാതിൽക്കൽ നിന്ന് കല്ല് നീക്കിയിരിക്കുന്നത് കണ്ടു. നീക്കിയിരിക്കുന്നത് കണ്ടു. അവൾ ഓടി ശീമോൻ പത്രോസിന്റെയും യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യന്റെയും അടുക്കൽ ചെന്നു. അവരോടി ഇവിടെ കല്ലറയ്ക്കല് മഗ്ദലക്കാരത്തി മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു ആദ്യം. കാരണം അവളോട് നിൽക്കുക, അവള് പോയില്ല. മറ്റു സ്ത്രീകള് ആമേൻ യോഹന്നാന്റെയും പത്രോസിന്റെയും അടുക്കിലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അവിടെ നിൽക്കട്ടെ. അവൻ രക്ഷകൻ ആദ്യം പ്രത്യക്ഷപ്പെടാകുന്നത് മഗ്ദല മറിയയ്ക്കാണ്. ഇവിടെ നിന്ന് കർത്താവ് 7 ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുണ്ട്. അപ്പൊ നോക്കി, ആ സഹോദരിക്ക് ലഭിച്ച വിടുതലിന് അവൾ നന്ദിയുള്ളവളായിരുന്നു. പ്രിയപ്പെട്ടവരെ, കല്ലറ തുറന്നിരിക്കുന്ന അനേകർക്ക് തെറ്റിദ്ധാരണ ഉണ്ട്. ഈ കല്ലറ ഉരുട്ടി മാറ്റിയത് വാസ്തവത്തിൽ ഈ മഗ്ദലക്കാരത്തെ മറിയ സ്ത്രീകൾക്കും അത് കണ്ട് വിശ്വസിക്കേണ്ടതിനാണ്. ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുക, യേശു കല്ലറ ഉരുട്ടി മാറ്റി അല്ലെങ്കിൽ ദൂതന്മാര് മാറ്റിയിട്ടാണ് ഉയർത്തെഴുന്നേറ്റെന്ന്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ എന്റെ യേശു ശിഷ്യന്മാർ കഥകടച്ച് നമ്മുടെ ഭാഗത്തേക്ക് വരുന്നുണ്ട്. കഥകടച്ചിരിക്കുക, അവരുടെ മധ്യേ പ്രത്യക്ഷപ്പെട്ടത് തന്റെ പുനരുത്ഥാന ശരീരത്തില്. അതിന് തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മാറ്റിയേക്കണം. എന്നാന്നറിയാമോ? ആമേൻ. യേശു ഉയർത്തെഴുന്നേറ്റില്ല, ആ കർത്താവ് ആമേൻ ഉയർത്തെഴുന്നേറ്റു എന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടതിനാണ് ആ കല്ല് അവിടെ ഉരുട്ടി മാറ്റിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓർക്കണം, അവൾക്ക് ഏറെ സന്തോഷിപ്പാൻ വഴിയുണ്ട്. 7 ഭൂതങ്ങൾ അവളുടെ ശരീരത്തിന്മേൽ ബാധിച്ചിരുന്നു. ഈ മഗ്ദലക്കാരത്തി മറിയയുടെ ശരീരത്തിൽ നിന്ന് ആ ഭൂതങ്ങളെ പുറത്താക്കി. എന്താ അവൾ ഇന്ന് ചെയ്തെന്നറിയാമോ? അന്ന് മുതൽ അവൾ കർത്താവിനെ സ്നേഹപൂർവ്വം അനുഗമിച്ചു പോന്നു. കർത്താവിവിടെ ചെന്നാലും അവൾ പ്രസംഗം കേൾക്കുവാനുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവിനോട് അത്രമാത്രം സ്നേഹം അവൾക്കുണ്ടായിരുന്നു. രണ്ടാമതായിട്ട് അവള് ക്രൂശീകരണത്തിന് അവൾ സാക്ഷ്യം വഹിച്ചവളാ എന്ന് പറഞ്ഞ മറ്റു ശിഷ്യന്മാരെല്ലാം നമ്മൾ ദുഃഖ വെള്ളിയാഴ്ച കണ്ടു. ആമേൻ. നിങ്ങൾ എവിടെ ഓടി ഒളിക്കുന്നു? ആമേൻ. ഓരോരുത്തരെയും പേര് ചൊല്ലി നിങ്ങൾ എവിടെ പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സ്ത്രീ ഉണ്ടല്ലോ, അവൾ ഒറ്റയ്ക്ക് ഇതിന് സാക്ഷ്യം വഹിച്ചവളാ. ദൈവത്തിന് സ്വത്രം. ആമേൻ. അങ്ങനെയാണെങ്കിൽ മാത്രമല്ല, കർത്താവിനെ അടക്കിയ സ്ഥലം അവൾ കണ്ടവളാ. ദൈവത്തിന് സ്വത്രം. ആമേൻ. ആദ്യം ശൂന്യമായി കിടക്കുന്ന കല്ലറ കണ്ടതും ഇവളാണ്. ദൈവത്തിന് സ്വത്രം. അങ്ങനെയാണെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 34-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു കാര്യം കൂടെ കാണുവാനായിട്ട് കഴിയാൻ വായിക്കാം. ഒരാൾ 1 Corinthians 15:4-5 കൂടെ വായിച്ചു. കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റുവെന്ന് ശിമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്നു. അതെ, രണ്ടാമത് ശിമോൻ പത്രോസിനാണ് പ്രത്യക്ഷനാവുന്നത്. പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, കർത്താവ് രണ്ടാമത് പ്രത്യക്ഷനായിരിക്കുന്നുവെന്ന് ആമേൻ ശിമോൻ പത്രോസിലൂടെ ആമേൻ കർത്താവ് അറിയിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, 1 Corinthians 15:4-5 വാക്യങ്ങളുടെ 15:4.
ഭവനത്തിൽ പ്രാർത്ഥിക്കുകയോ പ്രവേശിക്കുകയോ ചെയ്യുന്ന ഏത് പുരുഷനും തന്റെ തലയെ അപമാനിക്കുന്നു. മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവേശിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീ തന്റെ തലയെ അപമാനിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പത്രോസിനെ പ്രത്യക്ഷനായി എന്ന് പറയുകയാണ്. ആമേൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓർക്കണം, ഈ സന്തോഷകരമായ വാർത്ത ആമേൻ പിന്നീട് മൂന്നാമതായിട്ട് എമ്മൗസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാർക്കാണ് ലഭിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ രണ്ടുപേര് എമ്മൗസിലേക്ക് യാത്രയാകുക. എമ്മൗസ് എന്ന് പറയുന്ന അവരുടെ പട്ടണമാണ്, അവരുടെ ഭവനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ആ രണ്ടുപേരിൽ ഒരാളുടെ പേരുണ്ട്. ആ പേര് നിങ്ങൾക്ക് ഓർമ്മിക്കാം. ആരാ? ഞങ്ങള് കേട്ടോണം അല്ലെ, വന്നോണം, ഇരുന്നോണം, കേട്ടോണം, പൊക്കോണം. നാലോണം ഞങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഇവിടെ ഓർപ്പിച്ചു. അദ്ദേഹത്തിന്റെ പേര് ക്ലെയോപ്പാവ് എന്നാണ്. ദൈവത്തിന് സ്തോത്രം. അവരെന്തുകൊണ്ടാണ് പോകുന്നതെന്നറിയാമോ? അവൻ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട്. അവൻ ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെ യഹൂദന്മാർ ക്രൂശിക്കുവാൻ സാധ്യതയുള്ളത് കൊണ്ട് അവര് അവിടെ നിന്ന് ഭയപ്പെട്ട് എമ്മൗസിലേക്ക് പോവുകയാണ്. അവരുടെ സ്വന്തം ഭവനത്തിലേക്ക് പോവുകയാണ്. അവിടെ നമ്മൾ കാണുകയാണ്, എമ്മൗസിലേക്ക് യാത്ര ചെയ്ത ഇരുവരിൽ ഒരാൾ ക്ലെയോപ്പാവായിരുന്നു. യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് 7 മൈൽ ദൂരം യാത്രയുണ്ട്. പ്രിയപ്പെട്ടവരെ, അവർക്കതൊരു വിഷയമല്ല. ആമേൻ. അവര് അവരുടെ ഭവനത്തിൽ പോയി രക്ഷപ്പെടുവാനായിട്ട് അവർ ആഗ്രഹിച്ചുകൊണ്ട് അവർ യാത്ര ചെയ്യുകയാണ്. അവരുടെ സംസാരം ഒരേ ഒരു കാര്യം മാത്രമാണ്, ക്രിസ്തുവും അവന്റെ മരണവുമായിരുന്നു അവരുടെ യാത്രയിൽ അവര് പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നത്. ആമേൻ. അവന് യഥാർത്ഥത്തിൽ യഹൂദന്മാരുടെ മിശിഹയായിരുന്നെന്നും ആമേൻ യഹൂദന്മാർ എന്നാൽ അത് വിശ്വസിക്കാതെ അവനെ റോമ ഗവൺമെന്റിന്റെ അധിപനായിരുന്ന പീലാത്തോസിലൂടെ അവനെ ക്രൂശിപ്പാൻ യഹൂദന്മാരുടെ ആഗ്രഹ നിമിത്തം കൊടുത്തുവെന്നും അവനെ കല്ലറയിൽ അടക്കം ചെയ്തുവെന്നും ഈ കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ച് മുൻപോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അല്പം കൂടെ കഴിയുമ്പോൾ ഇവരെ മടക്കിക്കൊണ്ടുവരേണ്ടത് എന്റെ കർത്താവിന്റെ ആഗ്രഹവും കടമയും. പിന്മാറ്റത്തിൽ പോയതുകൊണ്ട് എനിക്കറിയാം, പള്ളിയിൽ 360 ചെറുപ്പക്കാർ ഒരുമിച്ചിരുന്ന് നടത്തിയ ഒരു വലിയ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അനേക ചെറുപ്പക്കാർ വന്ന് ദൈവത്തെ കണ്ടുമുട്ടിയ ഒരു രംഗമായിരുന്നു അത്. നമ്മുടെ പുരോഹിതന്മാരോട് ചേർന്ന്, കമ്മിറ്റി അംഗങ്ങളോട് ചേർന്ന് നടന്നത് എനിക്കൊരിക്കലും മറക്കാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, എന്നാൽ ചിലർക്ക് പിന്മാറ്റത്തിലേക്ക് മടങ്ങിപ്പോയി. ഞാൻ ഓർപ്പിക്കട്ടെ, പിന്മാറ്റത്തിലേക്ക് മടങ്ങിപ്പോകുന്നവരെ മടക്കി കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്നറിയാമോ? ദൈവം അവരെ സ്നേഹിക്കുന്നുവെങ്കിൽ, ദൈവം അവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ആമേൻ അവരോട് വീണ്ടും സുവിശേഷം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ച് അവരെ മടക്കി കൊണ്ടുവരുവാനായിട്ട് കഴിയും. അതിനുള്ള കൃപ ആമേൻ നമ്മുടെ ആളുകൾക്ക് ഉണ്ടാകട്ടെ എന്ന്, ആമേൻ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. കുറച്ചുകൂടെ അവർ നടന്നു പോകുമ്പോൾ അവർക്കറിയാം ആമേൻ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവര് ഭയത്തോടെ നടക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു അപരിചിതനായ മനുഷ്യൻ ഈ എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാരോട് ചേർന്ന് നടക്കുക. അതാരായിരുന്നു എന്നറിയാമോ? നമ്മുടെ യേശു കർത്താവായിരുന്നു. അതാണ് വായിച്ചത്. ഈ സംഭവിച്ചതിനെക്കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ ബാധിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. ക്ലെയോപ്പാവ് എന്ന് പേരുള്ളവൻ, യെരുശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാടുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ? കണ്ടോ, അവരോട് ചേർന്ന് നടന്ന ആമേൻ അപരിചിതനായ മനുഷ്യരോട് പറയുകയാണ്, നീ മാത്രം യെരുശലേമിൽ സംഭവിച്ച കാര്യങ്ങൾ അറിയുന്നില്ലയോ എന്ന് ചോദിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ മുൻപോട്ട് പോകട്ടെ. ദൈവത്തിന് സ്തോത്രം. അല്പം കൂടെ മുൻപോട്ട് പോകുമ്പോൾ അവർ അവരുടെ വീട്ടിലേക്ക് പോകുവാനായിട്ട് ഭാവിക്കുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ യേശു കർത്താവിനോട് പറയുകയാണ്, ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് ഒന്ന് രാവാർത്തിട്ട് പോകാനായിട്ട് പറയുകയാണ്. ആ ഭാഗം മാത്രം ഒന്ന് വായിക്കാം. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. കണ്ടോ, അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, എന്തിനായതെന്നറിയാമോ? ഇതിന്റെ ഓർമ്മയെ ഓർക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി അവൻ ദൈവത്തിന് സ്തോത്രം കാൽവരിയിൽ യാഗമാകുവാൻ പോകുന്നതിനെയും
നമ്മളെ വീണ്ടെടുക്കുന്നതിന്റെയും അവന്റെ പുനരുത്ഥാനത്തെയും കുറിച്ച് നമ്മൾ ഓർക്കേണ്ടതിന് വേണ്ടിയാ. ആ പെസഹയെ നമ്മൾ ഓർക്കേണ്ടതിനാ കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. നമ്മൾ കണ്ട് നടന്നു പോകുമ്പോൾ യേശുവിനെ മനസ്സിലാകാതിരിപ്പാൻ തക്കവണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു എന്ന് കാണുകയാണ്. എന്നാൽ അപ്പം നുറുക്കി കൊടുക്കുമ്പോൾ അവരുടെ കണ്ണ് തുറന്നു. അടുത്ത വാക്യം, അവർ അവനെ അറിഞ്ഞു. ആരാണെന്ന് അറിഞ്ഞു. അവനവരെ അറിഞ്ഞു. യേശുവിനെ അവരറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തിന് പറ്റിയിരിക്കുന്ന പിശകിതാണ്. യേശുവിനെ അറിയുന്നില്ല. യേശു ആരാണെന്ന് അറിയുന്നില്ല. ഞാൻ 1991 ഒക്ടോബർ 11 രാത്രി വരെയും ഒരു ലോകസ്നേഹിയായി ലോകമോഹിയായി ജീവിച്ചവനാ. ഖത്തറിന്റെ പ്രദേശത്ത് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തതാ. അന്നൊക്കെ ദേവാലയങ്ങളൊന്നുമില്ല നമുക്ക് അവിടെ. എന്നാൽ ലോകത്തിന്റെ മോഹത്തിൽ ജീവിച്ച് ഇവിടേക്ക് മടങ്ങി വന്ന് എന്നാൽ ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടതായി വന്നു. എന്റെ പണത്തിനോ എന്റെ സമ്പത്തിനോ അല്ലെങ്കിൽ എന്റെ ഈ ലോകത്തിലെ എന്തെങ്കിലും കാര്യത്തിനോ എന്നെ സഹായിക്കാൻ കഴിയില്ലെന്ന് കരുതിയപ്പോൾ ഞാൻ ഏകനായി കുടുംബമായി ഞങ്ങൾ ഒരു മുറിയിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ കേട്ട വചനം ഇന്നും എന്നെ ബലപ്പെടുത്തുകയാ. അതുകൊണ്ടാണ് 32 വർഷമായി ഈ ശുശ്രൂഷയുടെ നിറവടിയായി നിറവേറ്റുവാൻ ദൈവം കൃപ തന്നത്. ആ ശബ്ദം ഇതാണ്: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. അബ്രഹാമിനോട് ഒന്നാമതായി പറഞ്ഞു, ഭയപ്പെടേണ്ട. ഏറ്റവും ഒടുവിലായിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാന് കർത്താവേറെ സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. 366 പ്രാവശ്യം വേദപുസ്തകത്തിൽ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ലോകം ഭയത്തിന്റെ അപകടക്കെണിയിൽപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ ഒരു ദൈവത്തിൽ എഴുന്നേറ്റ് വരുമ്പോൾ അവരോട് ഭയപ്പെടേണ്ട എന്ന് പറയുക. എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും. എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഞാൻ അനുഭവിച്ചിട്ടില്ലാത്തൊരു സന്തോഷം എന്റെ ജീവിതത്തിൽ അനുഭവിക്കാനിടയായി. അന്ന് മുതൽ ഈ കർത്താവിനെ അനുധാവനം ചെയ്യുവാൻ എന്റെ ജീവിതത്തിൽ കർത്താവ് ഭാഗ്യം തന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾ കണ്ടോ? അപ്പം നുറുക്കി അവർക്ക് കൊടുക്കുന്ന നിമിഷം വരെ അവരുടെ കണ്ണു തുറന്നില്ല. ഉടനെ തന്നെ കൊടുത്തു കഴിഞ്ഞപ്പോൾ കണ്ണു തുറന്നു. അവർ യേശുവിനെ മനസ്സിലാക്കി. ഇത് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാ. നമ്മൾ കാണുകയാണ് കർത്താവ് ഒന്നാമതായിട്ട് മഗ്ദലക്കാരത്തി മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. രണ്ടാമതായിട്ട് പത്രോസിന് പ്രത്യക്ഷപ്പെട്ടു. ലൂക്കോസ് 24:34. മൂന്നാമതായിട്ട് എമ്മോസിലേക്ക് പോയ 2 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമ്മളിവിടെ കണ്ടു. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്കിയോട് വായിച്ചേ. അവരെ അവിടെ നിർത്തിയില്ല, അവരെ പിന്മാറ്റത്തിൽ നിന്ന് മടക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ? കണ്ടോ? യേശു ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാരെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇവരോട് പറഞ്ഞിരുന്നു. ഉടനെ ഇവർ ഓർക്കുന്നത് നമ്മുടെ ഹൃദയം അന്നേരം കത്തിക്കൊണ്ടിരുന്നില്ലേ? ഇന്ന് പകൽ ഓർത്തോണം, എന്റെ കർത്താവിന്റെ വരവ് ഓർക്കുമ്പോൾ ഹൃദയം ഒന്ന് കത്തണം. കൈവിടപ്പെട്ടു പോയാൽ ഈ ലോക ജീവിതത്തിൽ നിന്ന് നമ്മൾ എന്നേക്കുമായി നഷ്ടപ്പെടുകയാ. അതുകൊണ്ട് പിതാക്കന്മാർ നമ്മോട് പറഞ്ഞത് 4 കാര്യം എപ്പോഴും ഓർത്തോണം. ഏത് സഭയാണ് പഠിപ്പിച്ചിട്ടുള്ളത്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വേറെ ഏത് സഭ പഠിപ്പിച്ചിട്ടുണ്ടോ? നമ്മുടെ സഭയിൽ ഏതാ പഠിപ്പിച്ചിട്ടുണ്ട്? 4 കാര്യം എപ്പോഴും ഓരോ സഭാ വിശ്വാസികളും ഓർത്തോണം. നിനക്കൊരു മരണമുണ്ട്, മരണത്തിന് ശേഷം പറയുന്നു ഒരു ന്യായവിധിയുണ്ട്. ന്യായവിധിക്ക് ശേഷം 2 ഓപ്ഷനേ മുന്നിലുള്ളൂ. എവിടെ പോകും? ഇന്ന് പകലെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം, നമ്മൾ എവിടെ പോകും? ഞാൻ ഉറപ്പായിട്ട് നമുക്ക് പറയണം, ഞാൻ കർത്താവ് വരുമ്പോൾ ഞാൻ കർത്താവിനോട് കൂടെ പോകും. പറയാൻ കഴിയുന്ന ഒരു സ്വതന്ത്രം പറഞ്ഞാണ്ട് ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അടുത്ത വാക്യത്തിൽ എന്താ പറയുന്നത്? എന്നവർ തമ്മിൽ പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റു യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. എന്താ? ഇവരെ കണ്ടു, കർത്താവ് അപ്രത്യക്ഷമായി. കാരണം അവർക്കുള്ളത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു അല്ലേ? അപ്പൊ നമ്മളെ ഈ കാലങ്ങളിലൊക്കെ സുവിശേഷങ്ങളിലൂടെ എവങ്കേലികളിലൂടെ ഞാനും നിങ്ങളും കേട്ടിട്ടുണ്ടെങ്കിൽ, നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നാണ് ജീവിക്കുന്നെങ്കിൽ, മടങ്ങി വരുന്നില്ലെങ്കിൽ ആരാ കുറ്റക്കാരൻ? നമ്മൾ തന്നെയാണ് കുറ്റക്കാരൻ. ഓരോ ഏവങ്കേലിയനും ഓരോ ഞായറാഴ്ചത്തെ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇനിയും ഇവർക്കിത് മനസ്സിലാക്കിയപ്പോൾ അവരെന്ത് ചെയ്തു? അവര് തിരിച്ച് എവിടോട്ട് മടങ്ങിപ്പോയി? യെരൂശലേമിലേക്ക്. എവിടേക്ക് മടങ്ങിപ്പോയി?
യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. കാരണം അവനിയും ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുവാനുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 4ാമത് പ്രത്യക്ഷപ്പെടുന്നത് ആമേൻ തോമസ് ഇല്ലായിരുന്ന സന്ദർഭത്തിൽ 10 ശിഷ്യന്മാരുള്ളപ്പോഴാണ്. ആമേൻ വായിക്കാൻ പോയാൽ സമയം പോകുമല്ലോ, എങ്കിലും നിങ്ങൾ എടുത്തു വെച്ചേക്കുക. യോഹന്നാൻ 29 അതിന്റെ 19 തൊട്ട് 25 വരെയുള്ള വാക്യങ്ങള്. 10 ശിഷ്യന്മാർ ഒന്നിച്ച് കൂടിയിരിക്കുമ്പോൾ, ഇത് ഞായറാഴ്ച സായാഹ്നം എന്ന് പറയുന്നുണ്ട്, ഇത് അവർ മാളിക മുറിയിലാണ് കൂടിയിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇവർ വാതിലടച്ചിരിക്കുന്നു. അവരെന്തിനാ വാതിലടച്ചത്? ചോദിക്കുന്നുണ്ടല്ലോ. വാതിലടച്ചിരിക്കുന്നത് പേടിച്ച്. ദൈവത്തിന് സ്തോത്രം. യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കുക. അപ്പൊ നോക്കിക്കോണേ, എന്റെ കർത്താവ് പുനരുത്ഥാന ശരീരത്തിൽ അവരുടെ നടുവിൽ വന്നു അല്ലേ? എന്താ പറയുന്നത്? അതിനകത്ത് നോക്കാം, സമാധാനം. അതാണ് അതേ ഉള്ളൂ. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അവരെന്തോ പേടിച്ചിരിക്കുക. ഇപ്പൊ വടക്കേ ഇന്ത്യയിലൊക്കെ സുവിശേഷകർ പേടിച്ചതുപോലെ ഇരിക്കുന്നത്. അവർക്കറിയാം ഇവിടെ വെച്ച് ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടാലും ഇവർക്ക് ഞങ്ങളുടെ ദേഹിയെ കൊല്ലാൻ കഴിയുള്ളൂ, ഞങ്ങളുടെ ആത്മാവിനെ കൊല്ലാൻ കഴിയില്ല. അതാ ക്രിസ്തീയ വിശ്വാസം. അതുകൊണ്ട് ഏത് തരത്തിലും ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അവർക്ക് കർത്താവ് പഠിപ്പിച്ചതിന് വിരുദ്ധമായി ചെയ്യുവാൻ കഴിയുകയില്ല. ശക്തി ഉണ്ടെങ്കിലും ആരോഗ്യമുണ്ടെങ്കിലും ഒന്നും എതിരായി ചെയ്യാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇവിടെ നമ്മൾ കാണുകയാണ് 10 പേർ ഒരുമിച്ച് കൂടിയിരിക്കുക. പക്ഷെ തോമസ് ലീഹ ഇല്ലായിരുന്നു. പോകട്ടെ, അവരുടെ നടുവിൽ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് ഒരു ശബ്ദം, സമാധാനം എന്ന് പറയുന്ന ഒരു ശബ്ദം കേട്ടുള്ളൂ. കുരിശുമരണത്തിലെ രക്തച്ചൊരിച്ചൽ മുഖാന്തരം സമാധാനം ഉണ്ടാക്കിയെന്ന് അവരെ പഠിപ്പിക്കുകയാണ്. അവർ രക്തച്ചൊരിച്ചൽ ഉണ്ടായില്ല എങ്കിൽ സമാധാനം ലഭിക്കത്തില്ല. അതുവരെ അസമാധാനമാണ്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്താൽ നീതീകരിക്കപ്പെട്ട് എല്ലാവർക്കും സമാധാനമുണ്ടെന്ന് ഇവിടെ അവരെ പഠിപ്പിക്കുകയാണ്. അവരെ കർത്താവിന്റെ കൈയുടെയും കാലിന്റെയും കുന്തത്തിന്റെയും പാടുകൾ കാണിക്കുകയാണ്. ഒരേ സമയം താൻ മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലെ കാണിക്കാൻ കഴിയും കർത്താവിന്. ആ പാടുകൾ കാണിക്കുകയാ. അവരെ കാണിച്ചു. കയ്യിലെ ആൺപാടുകൾ, മാറിലെ കുന്തത്തിന്റെ പാട് അവർ കണ്ടു. അവരുടെ സന്തോഷത്തിന്റെ ഉറവിടം പുനരുത്ഥാനം ചെയ്ത കർത്താവാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി. നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഭ്രമിച്ചു നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ പുനരുത്ഥാനം ചെയ്തിരിക്കുന്നത് കൊണ്ട് നിങ്ങളോടും കൂടെ ഉണ്ട്. യോഹന്നാനെ ആർക്കും കൊല്ലാൻ കഴിഞ്ഞ ഇല്ല. യോഹന്നാനെ ആർക്കും കൊല്ലാൻ കഴിഞ്ഞില്ല. കാരണം യോഹന്നാനെ കുറിച്ച് അങ്ങനെയാണ് ദൈവം തീരുമാനിച്ചിരുന്നത്. എല്ലാ ശിഷ്യന്മാരെയും നമുക്കറിയാം. അവരെ പത്രോസ് ലീഹ അല്ലെ നേരെ ക്രൂശിക്കുവാൻ തന്നെ ആഗ്രഹിച്ചില്ല. തലകീഴായി ക്രൂശിക്കണമെന്ന് അവരോട് അപേക്ഷിച്ചു. അവരെ സംബന്ധിച്ച് തലകീഴായി ക്രൂശിച്ചു. എന്തിനാണെന്നറിയാമോ? എന്നാ എന്റെ കർത്താവിനെ കണ്ടുകൊണ്ട് അവന്റെ പാദത്തിൽ ചുംബിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവനോട് സംസാരിച്ചുകൊണ്ട് മരിക്കാൻ ആഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ശിഷ്യന്മാരെല്ലാം കൊല ചെയ്യപ്പെട്ടു, രക്തസാക്ഷികളായി തീർന്നു. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നിങ്ങൾ അതിന് അങ്ങനെ ആയാൽ പോലും നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം, എന്റെ പുനരുത്ഥാന ശരീരം നിങ്ങൾ കണ്ടു, അതുകൊണ്ട് നിങ്ങൾ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം. ആമേൻ. ദൈവത്തിന് സ്തോത്രം. കുരിശു മരണത്തിലൂടെ അല്ലാതെ, ഒരു രക്തച്ചൊരിച്ചിലൂടെ അല്ലാതെ നിങ്ങൾക്ക് വിമോചനമില്ല, നിങ്ങൾക്കൊരു സ്വർഗം ലഭിക്കുകയില്ല എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, 5ാമതായിട്ട് വീണ്ടും നമ്മൾ കാണുന്നത് 11 ശിഷ്യന്മാർക്ക് മുമ്പേ 10 ശിഷ്യന്മാർ. ഒരുത്തൻ എന്ത് ചെയ്യും? യൂദ കെട്ടിയാന്ന് കൊടുക്കുമല്ലോ, ചൂടാകുന്നത്. യൂദാരിയാണ് കെട്ടിയാന്ന് ചത്തു. അപ്പം 10 പേരേ ഉള്ളായിരുന്നു. 11 പേരുണ്ടായിരുന്നാലും 10 പേരേ ഉള്ളൂ. ഇപ്പൊ തന്നെ 11 പേരുണ്ട്. യോഹന്നാൻ 20:26 മുതലുള്ള വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 20:26 മുതലുള്ള വാക്യങ്ങൾ. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെ അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമസ് ഉണ്ടായിരുന്നു. വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. കണ്ടോ? അപ്പൊ ഇന്ന് രാവിലെ ഈ നമ്മുടെ പ്രാർത്ഥനാ ഹാളിൽ കടന്നു വന്ന് സമാധാനം എന്ന് പറഞ്ഞ ശബ്ദം നിങ്ങൾ കേട്ടോ? നമ്മുടെ പ്രാർത്ഥന അനുഭവിച്ചു. സ്വതന്ത്രം പറഞ്ഞേ ഹല്ലേലൂയ. അവൻ നോക്കിയ കർത്താവ് എവിടെ വന്നാലും എവിടെയുണ്ട് അവിടെ സമാധാനമുണ്ട്. കർത്താവ് വരാത്തിടത്ത് സമാധാനമില്ല. എന്റെയും നിങ്ങളുടെ ഉള്ളത്തിൽ കർത്താവ് വന്നാൽ നമുക്ക് സമാധാനം ഉണ്ടാകും. മാത്രമല്ല, നമ്മളായിരിക്കുന്ന എല്ലാ മേഖലകളിലും സമാധാനം ആദ്യം ഭവനത്തിലുണ്ടാകും, നമ്മുടെ സഭയിലോ, നമ്മുടെ എന്താ പറയുക, ഇടവകയിലുണ്ടാകും, സഭയിലുണ്ടാകും.
ഈ സമാധാനം ഉണ്ടാകണമെങ്കിൽ കർത്താവിന്റെ സമാധാനം നമ്മൾ സ്വീകരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇപ്പൊ നമ്മൾ കണ്ടു, ഇപ്പം 11 ശിഷ്യന്മാര് മാളികമുറിയിൽ ഇരിക്കുക, എന്നാലും അവരുടെ ഭയം മാറിയിട്ടില്ല. പുനരുത്ഥാന ശരീരത്തിൽ കർത്താവിനെ ദർശിച്ചിട്ടും അവർക്ക് അവരുടെ ഭയം മാറിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അവരോട് ഇരിക്കുമ്പോ അവർക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ തോമസിനോട് നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്ത് ഒരു കുന്തം കൊണ്ട് കൊത്തിയ വിലാപ്പുറത്തോട്ട് നിന്റെ കൈ ഇടുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. കണ്ടോ പ്രിയപ്പെട്ടവരെ, അവിടെ പറയുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. നിങ്ങൾ 10 പേരോട് ഞാൻ പറഞ്ഞതല്ലേ, ഇപ്പൊ നിങ്ങൾ 11 പേര് ഒരുമിച്ച് കൂടിയിരിക്കുകയല്ലേ. നിങ്ങൾ ആരെയാ ഭയപ്പെടുന്നത്? എന്റെ പുനരുത്ഥാന ശരീരം നിങ്ങൾ കണ്ടില്ലേ? ഇതുപോലെ രൂപാന്തരപ്പെട്ട ഒരു ശരീരം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നിങ്ങൾ അവിശ്വസിക്കുന്നത് എന്താണ്? എന്നിട്ട് പറഞ്ഞു, നീ അന്ന് പറഞ്ഞില്ലയോ, എന്താ ഞാൻ കാണാതെ ദൈവമെല്ലാം അറിയുന്നു. നമ്മളിവിടെ ഇരിക്കുമ്പോഴും നമ്മുടെ മനസ്സ് പോകുന്നതും ഒക്കെ അറിയുന്നു. ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്റെ ഹൃദയമൊന്നും പോകത്തില്ല. ക്രിസ്തുവിൽ തന്നെ ആയതുകൊണ്ട് ആ കർത്താവിനെ അറിയാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അതെ, ഞാൻ കാണാതെ യേശുവിന്റെ ആണിപ്പാട് കൈയിട്ട് നോക്കാതെ, ഞാൻ അവന്റെ മുറിവുകളിൽ കൈയിടാതെ ഞാൻ വിശ്വസിക്കില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാ നോക്കി അവനെ യഥാസ്ഥാനപ്പെടുത്തേണ്ടത്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്റെ പിതാവിനോട് നീ ഒന്ന് കൈവിട്ട് എന്ന് വിശ്വസിച്ച് എന്തുമാകട്ടെ പ്രിയപ്പെട്ടവരെ. എന്നാൽ ആമേൻ, ആ നിമിഷത്തില് തോമസ് ലീഹ പറയുന്ന ഒരു പ്രാർത്ഥന, എന്റെ കർത്താവും എന്റെ ദൈവമായുള്ളവേ എന്റെ കർത്താവും എന്റെ ദൈവമായുള്ളവർ. എത്ര 2 വേളയേ ഉള്ളൂ, എന്റെ കർത്താവും. അപ്പൊ നമ്മൾ വലിയ ഭാരത്തിലായിരിക്കുമ്പോ നേഴ്സ് അല്ലെങ്കിൽ ഡോക്ടർ ക്യാൻസർ രോഗം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അവൻ മറ്റ് ഇനിയും വൈദ്യശാസ്ത്രജ്ഞങ്ങളെ വിടുവിക്കാൻ കഴിയില്ലെന്ന് പറയുമ്പോ നമ്മൾ ഒരു വേട് പറഞ്ഞ പോലെ, ദൈവമക്കള് എന്റെ കർത്താവും എന്റെ ദൈവമേ, ഇത്രേ ഉത്തരം പറഞ്ഞേ ഉള്ളൂ. ആമേൻ. അവന്റെ പാവം ദൈവം, തോമസ് ലീഹായുടെ പാവം ദൈവം ക്ഷമിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ആമേൻ, കാണാതെ വിശ്വസിക്കുന്നത് ഏറെ ഭാഗ്യകരമായ അവസ്ഥയാണ്. നമ്മളാരും കണ്ടിട്ടില്ല, എന്നാൽ ശിഷ്യന്മാർ കണ്ടതാണ്. തൊട്ടതെന്ന് പറയുന്നത് തോമസ് ലീഹ കൈയിട്ടത് കൊണ്ടായിരിക്കുമെന്ന് പറയുന്നുണ്ട്. പോകട്ടെ, എന്തുമാകട്ടെ, അവർ കണ്ടതും കേട്ടതും തൊട്ടതുമായ കാര്യങ്ങളാണ് നിങ്ങളോട് അറിയിക്കുന്നതെന്ന് പൗലോസ് ലീഹ പാട്ടിലൂടെ നമ്മളെ ഓർപ്പിച്ചത് നമ്മൾ മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ വീണ്ടും 11 പേർക്ക് പ്രത്യക്ഷപ്പെട്ടു. 11 പേരെയും തുടർന്ന് ദൈവത്തിന്റെ വേലയ്ക്കായിട്ട് സജ്ജമാക്കി. നമ്മൾ 32 വർഷമായി നമ്മൾ ദൈവത്തിന്റെ വേലയ്ക്കായി സജ്ജമായിട്ടുണ്ടോ? ഇതുവരെ ഉണ്ടോ? സജ്ജമാകണം അല്ലേ? കാലം വെച്ച് നോക്കുമ്പോൾ ഉപദേഷ്ടാക്കന്മാരാകേണ്ട കാലം കഴിഞ്ഞു. നമ്മൾ ഇവിടുന്ന് കേൾക്കുക മാത്രമല്ല, നമ്മൾ വേദപുസ്തകം വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യണം. അപ്പം നമുക്ക് പറയാനായിട്ട് കഴിയും. ഞാൻ എന്നും ഓർക്കുന്നു, ഈ കർത്താവിനെ സ്നേഹിച്ച് വലിയ പ്രസംഗമൊന്നും ചെയ്യത്തില്ല, ചെറിയ ചെറിയ ചിന്തകളൊക്കെ പറയുന്ന സന്ദർഭത്തില് ഒരു ആളിനെ എനിക്കറിയാം. ഇദ്ദേഹം ഈ നമ്മുടെ ദേവാലയങ്ങളല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ എന്തോ വലിയ പ്രസംഗങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടു. അപ്പൊ എന്റെ ഹൃദയത്തിലൊരു ആഗ്രഹം ഉണ്ടായി, ഇദ്ദേഹം നമ്മുടെ ദേവാലയങ്ങളിൽ ഒന്ന് പ്രസംഗിച്ചിരുന്നെങ്കിലോ എന്ത് നന്നായിരുന്നു. ഒരിക്കൽ എന്റെ കടയിലിരിക്കുമ്പോൾ ഇദ്ദേഹം ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ വീട്ടിലേക്ക് പോകാൻ യാത്ര ചെയ്യുന്നത് ഇപ്പോഴും എന്റെ എന്റെ മനസ്സിൽ ഓർമ്മ വന്നതുകൊണ്ട് ഞാൻ ഓർപ്പിക്കുക. നടന്നു പോകുന്നത് കണ്ടു. അപ്പൊ ആ നാളുകളിൽ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, ഇദ്ദേഹത്തോട് ഇങ്ങനെയൊന്ന് പറയണം, നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ ഒന്ന് പ്രസംഗിക്കണമെന്ന് പറയണമെന്ന് ചിന്തിച്ചിരുന്നു. അദ്ദേഹം ഇതുവരെ പ്രസംഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം. അപ്പോ അദ്ദേഹം ചെന്നപ്പോൾ അദ്ദേഹത്തിന് പോകാനുള്ള ബസ്സൊക്കെ പോയി. അപ്പൊ അവിടെ നിൽക്കുമ്പോ ഞാന് ആ സാറിനെ കൈകാട്ടി വിളിച്ചു. എന്റെ കടയിൽ അദ്ദേഹം വന്നിരുന്നു. അമ്മേൻ ഇരുന്ന് കഴിഞ്ഞ് കസാല കൊടുത്തു കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ പറഞ്ഞു, നല്ല പ്രസംഗമാ, ഞാനും കേട്ടു, എന്നാൽ നമ്മുടെ ക്രിസ്തുവിനെ കുറിച്ചൂടെ ഒന്ന് പ്രസംഗിച്ചു കൂടെ. അപ്പൊ അദ്ദേഹം ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോയി. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഉപവാസ പ്രാർത്ഥനയിൽ 3-ാമത്തെ ദിവസം പ്രസംഗിക്കാൻ വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എനിക്ക് ഭാഗ്യം.
ഓക്കെ. അപ്പൊ ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ടോ? ആഗ്രഹം ഉണ്ടാകണം. ആമേൻ. ഗുണപ്പെടാത്ത ആളുകളെ കാണുമ്പോൾ ഇവരോട് സുവിശേഷം പറയണമെന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അപ്പൊ അതുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ കാരണമായിരിക്കണം. നമ്മുടെ പ്രിയപ്പെട്ടവർ യേശുവിനെ കണ്ടുമുട്ടേണ്ടത് നമ്മുടെ വാക്കുകൾ നിമിത്തമായിരിക്കണം. യേശുവിനെ അവർ കണ്ടുമുട്ടേണ്ടത് നമ്മുടെ വാക്കുകൾ നിമിത്തമായിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ യേശുവിനെ കണ്ടെത്തേണ്ടത് അവരെ വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ സ്നേഹത്തോട് ഉപദേശിച്ചാൽ അവർക്ക് നന്നാകുവാനായിട്ട് കഴിയും. ഉപദേശം മാത്രമല്ല, കുറേ നാൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് അവർ പറയും, ഇന്ന സമയം നീ അവരോട് ഉപദേശിക്കാൻ പറയും. അങ്ങനെയല്ലേ കർത്താവ് ഇവരെ മെരുക്കിയെടുക്കുന്നത്. 10 പേരും പേടിച്ചിരിക്കുന്നു. ഇപ്പൊ തന്നെ 11 പേര് ഒരു അവിശ്വാസം ഇരിക്കുക. അവൻ പറഞ്ഞു, എന്റെ കർത്താവ് എന്റെ ദൈവമേ. എനിക്ക് തോമസ് ലിഹായും രക്തസാക്ഷിയായി തീർന്നു എന്ന് നമ്മൾ കാണുകയാണ്. നമ്മളിവിടെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അവൻ സമയം വേഗത്തിൽ പോകുന്നല്ലോ. അപ്പൊ വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 2-ാം വാക്യം ഞാൻ പറഞ്ഞു, 40-ലധികം തവണ വേദപുസ്തകത്തിൽ 40 പ്രാവശ്യത്തോളം ശിഷ്യ ആളുകൾക്ക് പ്രത്യക്ഷപ്പെട്ടുവെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ കഴിഞ്ഞ ആഴ്ചയിൽ ഈ വിഷയം വീണ്ടും സംസാരിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പൊ നമ്മുടെ കർത്താവ് വെറുതെ നടക്കുകയില്ല. ആ കാലങ്ങളിൽ തെരഞ്ഞെടുത്തപ്പോൾ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്ന ശിഷ്യന്മാരോടൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്ന കാലമാ ഏതാ ഈ ദിവസങ്ങളില്. നമ്മൾ ഓർമ്മകളിലൂടെ പോകുന്ന ദിവസങ്ങൾ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇവിടെ യോഹന്നാൻ 21-22 വായിക്കുകയാണ്. ഇവിടെ 7 പേർക്ക് ശിഷ്യരായി. അപ്പൊ ഇപ്പൊ എത്ര നമ്മൾ പഠിച്ചു ഓർത്ത് നോക്കി. ഒന്ന്, മഗ്ദലക്കാരത്തി മറിയയ്ക്ക് മാത്രം പ്രത്യക്ഷം. അവളുടെ കുറെ സ്ത്രീകളുണ്ട്. പക്ഷെ അവർ പോയി കഴിഞ്ഞാണ് യേശുവിനെ അവൾ നേരിട്ട് കാണുന്നത്. ആ ഭാഗത്തേക്കൊന്നും പോകാൻ സമയമില്ല. അവൾക്ക് പ്രത്യക്ഷനായി കർത്താവ്. അത് നിങ്ങൾ വീട്ടിൽ പോയിരുന്നു വായിച്ചാൽ മനസ്സിലാവും. 2, സഭയുടെ തലവനാകുവാൻ പോകുന്ന പത്രോസിന്, അല്ലെ, നീ ആടുകളെ മേയ്ക്കുക, കുഞ്ഞാടുകളെ മേയ്ക്കുക. ഈ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് പറയുമ്പോ അമേൻ അത് വേറെ നിർവചനം കൂടിയുണ്ട്. അമേൻ അവർക്ക് പ്രബോധനം കൊടുക്കാനാ അന്ന് ശിഷ്യന്മാരെ ദൈവാത്മാവിനാൽ പ്രേരണ കൊടുത്തത്. അവർക്ക് പ്രബോധനം നീ കൊടുക്കണം. അമേൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയവർക്ക് പ്രബോധനം കൊടുക്കണം. അവരെ മടക്കിക്കൊണ്ടുവരണം. അത് ആ വലിയൊരു ദൗത്യം കൂടിയായിരുന്നു അമേൻ ശിഷ്യന്മാർക്ക് ദൈവം നൽകിയിരുന്നത്. അതുകൊണ്ട് 6-ാമത് 7 പേർക്ക് പ്രത്യക്ഷനായി. വായിക്കാം. തോമാസും ഗലീലയിലുള്ള കനായിലെ നഥനയേലും സെബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേര് ഒരുമിച്ച് കൂടിയിരുന്നു. ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് പറഞ്ഞു. അവർ പുറപ്പെട്ടു പടവ് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു അതൊന്നും ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുണ്ടോ എന്ന് ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, സമയവേഗത്തിൽ പോകുന്നത് കൊണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. 7 പേര് നോക്കിയാ ഇവരോട് നേരത്തെ കർത്താവ് സംസാരിച്ചത്. 10 പേര് ഒന്നിച്ചിരിക്കുമ്പോഴും 11 പേര് ഒരുമിച്ചിരിക്കുമ്പോഴും ഇവരോട് സംസാരിച്ചത് മാത്രമല്ല, പത്രോസിനോട് വ്യക്തിപരമായി സംസാരിച്ചതുമാണ്. 3 പ്രാവശ്യം കർത്താവിനെ ഒറ്റിക്കൊടുത്തു. അത് കർത്താവിനെ ഒറ്റിക്കൊടുത്തല്ല, കർത്താവിനെ നിഷേധിച്ചവനുമാ പത്രോസ്ലീഹ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ വേദവസ്തം പഠിക്കുമ്പോൾ 3 പ്രാവശ്യം നീ എന്നെ സ്നേഹിക്കുന്നു, യോഹന്നാന്റെ മകനായ ശിമോനെ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തി. ഏറ്റവും ഒടുവിൽ പറഞ്ഞു, ഓ കർത്താവേ, എല്ലാം നീ അറിയും. കർത്താവ് രാത്രി നമ്മുടെ ഉറക്കത്തിൽ വന്നിട്ട് എന്നെ നീ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്നാ പറയും? യോളെ കേൾക്കുന്നവരെന്നാ പറയും? എന്നെ നീ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. പത്രോസ് 3ാമത് ചോദിച്ചപ്പോൾ, ഓ കർത്താവേ, നീ സകലവും അറിയുന്നു. ആമേൻ. നമ്മൾ ഒരു വട്ടം ചോദിച്ചാൽ എന്റെ കർത്താവേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നെന്ന് പറയുവാൻ എത്ര പേർക്ക് കഴിയും? പ്രിയപ്പെട്ടവരെ, അവരാണ് ദൈവമക്കൾ. കാണുന്ന ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് ഇത്ര വലിയ സ്നേഹം നമുക്ക് നൽകി തന്നിരിക്കുന്നു. ആ വലിയ സ്നേഹത്തിന്റെ ഉടമകളാണ് നമ്മള് ദൈവമക്കളാ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെങ്കിൽ ദൈവത്തിന്റെ സകലത്തിന്റെ അവകാശികളും കൂടാ നമ്മള്. അത് ആത്മീകവും ഭൗമികവുമായ എല്ലാ കാര്യങ്ങളുടെയും അവകാശികളുമാണ്. ഇവർ 7 പേര് ആരൊക്കെയാണ് നമുക്കറിയാം. പത്രോസ്, തോമസ്, നാഥനയേല്, പിന്നെ യാക്കോബ്, യോഹന്നാൻ. അല്ലെ? യാക്കോബ് യോഹന്നാൻ എന്നാ പറയുന്നത്?
ശബരി മക്കൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ആമേൻ, പത്രോസ് ഉൾപ്പെടെ 7 പേരിയ്ക്കുമ്പോൾ അവരോട് പറയുകയാണ്, കർത്താവിനെ ആമേൻ ഉപേക്ഷിച്ചവരുടെ അടുക്കിലേക്ക് കർത്താവ് ചെല്ലുകയാണ്. അവർ പിന്മാറിപ്പോയി. പത്രോസ് നോക്കി എന്തോ ഒരു കുറവുണ്ട് പത്രോസ്, പക്ഷെ സഭയുടെ ഇല്ലേ എന്താക്കി തീർത്തു, തലാനാക്കി തീർത്തു. സഹോദരം, അപ്പൊ നമ്മൾ അതിലൊക്കെ എന്തോ ഒരു കുറവുള്ളൂ. അപ്പൊ നമ്മുടെ കർത്താവിനെ അനുസരിച്ചാൽ, കർത്താവിനെ സ്നേഹിച്ചാൽ, ആ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ നമുക്ക് എന്തോ വലിയ അനുഭവം നമുക്കുണ്ടാകും. നമ്മൾ മറന്നു പോകരുത്. പത്രോസ് അവരോട് പറഞ്ഞു, ബാക്കി 6 പേരോട് പറഞ്ഞു, ഞാൻ പോവാം. കാരണം ഇപ്പൊ കുറെ നാളായില്ലേ പട്ടിണി ആയിക്കാണും, 10-15 ദിവസം ആയി കാണുമ്പോൾ കുട്ടിക്കോ പട്ടിണി ആയിക്കാണും, കാശൊന്നും കയ്യിലില്ല, ഞാൻ എന്ത് ചെയ്യാൻ പോവാ. അതാ എന്താന്നറിയാ, പണ്ട് അവിടെ വെച്ചിട്ടാ പോകുന്നേ. അന്ന് മീൻ പിടിച്ച ആളുകളെ ഏൽപ്പിച്ചിരുന്നു, നിങ്ങളെ ഇരുന്നോട്ട് തിരിച്ചു വരുമെന്നൊന്നും ചിന്തിച്ചില്ല കേട്ടോ. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ എന്താക്കി തീർന്നു, മനുഷ്യരെ, നമ്മളെ കർത്താവ് എന്താക്കി വെച്ചിരിക്കുക, മനുഷ്യനെ പിടിക്കുന്നവരാക്കി വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തുവാ, പിള്ളേരെ പിടിക്കുന്നവരാക്കുന്ന അതുവാ ചിന്തിക്കുന്നത്. അത് ആരെ കൊല്ലാനും വളർത്താനും ഒക്കെയാണ്. നമ്മള് മനുഷ്യനെ പിടിക്കുന്ന ഒരാളെ കർത്താവിലേക്ക് ആനയിക്കുന്നവരാക്കി തീർക്കാനാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നെ ഇവിടെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങൾ മനസ്സാന്തരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനത്തിലുള്ളവരെ നേടുന്നതിനാ ദൈവം ഈ സുവിശേഷം നിങ്ങളെ അറിയിക്കുന്നത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നേടണം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നേടണം, നിങ്ങള് ഈ ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കണം. അപ്പൊ നിങ്ങള് സുവിശേഷം അറിയിക്കുന്നതാണ് എന്നതിന് യാതൊരു സംശയമില്ല. അപ്പൊ നോക്കി പത്രോസ് പറഞ്ഞു, ഞാന് മീൻ പിടിക്കാൻ പോയാ വരുന്നു. അവരും ചിന്തിച്ചു, പത്രോസേ നീ പാറയാകുന്നു, പാറമേൽ ഈ സമയം പണിയുമെന്ന് പറഞ്ഞ് ആ പത്രോസ് പിന്മാറിപ്പോയി. നോക്കണേ, അപ്പൊ ഞാൻ പിന്മാറിപ്പോയാൽ നിങ്ങൾ നോക്കൂ, എന്നെ അറിയുന്ന അനേകം പിന്മാറിപ്പോയി. കാരണം ആ പുള്ളി ഇത്രയും നാളായിട്ട് പ്രസംഗിച്ചിട്ട് പിന്മാറിപ്പോയി. എല്ലാവരും ഒന്നും പോവുകയാണ്, മിടുക്കന്മാരൊന്നും പോകുന്നില്ല, മണ്ടന്മാരൊക്കെ പോകും. ദൈവദിന സ്തോത്രം. അപ്പൊ ഇവിടെ പറയുകയാണ്, നമ്മള് ഓർക്കണം, ദൈവദിന സ്തോത്രം, നിങ്ങൾ വരുന്നോ പോവുകയാണെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ഈ കടലിന്റെ തീരത്ത് ചെന്നപ്പോ ഒത്തിരി കഷ്ടപ്പെട്ടു കാണും. രസത്തിൽ അങ്ങനെ എഴുതിയിട്ടില്ല കേട്ടോ. ഒത്തിരി കഷ്ടപ്പെട്ടു കാണും. ഈ പടലും മലയും കൊടുത്ത ആളിനെ കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ കണ്ടുപിടിച്ചിട്ട് അവര് ഗലീല കടലിനെ കുറിച്ച് വ്യക്തമായ അറിവും ധാരണയുള്ള പത്രോസും ശിഷ്യന്മാരും മീൻപിടുത്തക്കാരവര്, അവർക്ക് അറിയാം. അവരെന്ത് ചെയ്തറിയാമോ, വെളുപ്പോളം അവൻ ദൈവത്തിന് സ്തോത്രം വലയിറക്കി, പക്ഷെ ഒന്നും കിട്ടിയില്ല. എന്താ കാര്യം? നീ കർത്താവിനെ ഉപേക്ഷിച്ച് പോയാൽ നിന്റെ ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയത്തില്ല. സ്വന്തം ഹല്ലേലൂയ. ഇപ്പം കാണുന്നതൊക്കെ വേഗത്തിൽ എടുത്തു മാറ്റാൻ കർത്താവിന് കഴിയുമ്പോഴേ അവൻ ദൈവത്തിന്റെ സ്വന്തം. അപ്പൊ അവർക്കൊന്നും കിട്ടിയില്ല. കിട്ടാതിരുന്നപ്പോ നിരാശരായി വന്ന് മല കഴുകിക്കൊണ്ടിരിക്കുക അല്ലേ. പക്ഷെ എടുത്ത് വന്നപ്പോ പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. പുലർച്ചെയായപ്പോ നോക്കി സ്നേഹം, കർത്താവിന്റെ സ്നേഹം കണ്ടോ, എന്താ നമ്മളെ തേടി വരുന്ന സ്നേഹം നോക്കിയേ. അതെ, ദൂതന്മാരുടെ പ്രബോധമായിരുന്നവൻ, ഈ സകല ഭൂമിയെയും ഭൂമണ്ഡലങ്ങളെയും നിർമ്മിച്ചവൻ ക്രിസ്തു നിമിത്തമാ. ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത് അവൻ നമ്മോടുള്ള സ്നേഹത്തെ കരുതിയ സ്വതന്ത്രം. ആദാമിലൂടെ എല്ലാവരും നഷ്ടപ്പെട്ടു പോയപ്പോൾ രണ്ടാമതാകുന്ന ക്രിസ്തുവിലൂടെ അവന്റെ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവരെ വീണ്ടെടുക്കേണ്ടതിന്, നിത്യതയിലെത്തിക്കേണ്ടതിനാ നമ്മുടെ കർത്താവ് വന്നത്. നോക്കിയേ, പുലർച്ചയായപ്പോൾ കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നുവെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു. ഒന്നുമില്ല. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ചോദിക്കുമ്പോൾ ഉള്ളതുപോലെ പറയണം. നമ്മുടെ സ്നേഹിതന്മാരെ കാണുമ്പോൾ എങ്ങനെയുണ്ടല്ലോ കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, ഇല്ലേലും പറയണം. നമ്മളെന്താ പറയാം, ഒന്നുമില്ലെന്ന് പറയും. അങ്ങനെ പറയാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ഒന്നുമില്ല. അതെ, അവൻ ദൈവത്തിന് സ്തോത്രം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങളുടെ ഒന്നുമില്ല. അടുത്ത് സ്ഥാനം കാണിച്ചു കൊടുക്കുക. ഇവർക്ക് മീൻ കിട്ടാതിരിക്കാന്നൊക്കെ വേണം. ഈ മീനെ മുഴുവൻ എന്ത് ചെയ്തു, പടകിന്റെ വലത്ത് ഭാഗത്താക്കി വെച്ചിരിക്കുക. നോക്കണേ, അതും 153
മത്സ്യങ്ങളെ മാത്രമേ ആക്കി വെച്ചുള്ളൂ. എനിക്ക് ദൈവത്തിന്റെ പ്രത്യേകത നോക്കിക്കോളെ. ഈ 153 കുറിച്ചുകൂടെ ഞാൻ പറഞ്ഞിട്ട് അടുത്ത് നമുക്ക് വായിക്കാം. ഈ 153 മീന് ഒരർത്ഥമുണ്ട്. അന്ന് 153 ഭാഷകൾ ഉണ്ടായിരുന്നു. ഭൂമിയുടെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ അനേക ഗോത്രങ്ങളും, അതായത് 153 ഗോത്രങ്ങളും 153 ഭാഷക്കാരും ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ വചനത്തിന്റെ മർമ്മം, ഒരു വാക്കിന്റെ അർത്ഥം എന്ത് വലുതാണെന്ന് നിനക്കറിയാം. അപ്പൊ 153 ഗോത്രങ്ങൾ, വിവിധ ഭാഷകളും വിവിധ ജാതികളിലും പെട്ട 153 ഗോത്രങ്ങളെ അന്നുണ്ടായിരുന്നു. 153 ഭാഷകളെ ഉണ്ടായിരുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് നമ്മളിവിടെ കാണുന്നത്. ദൈവത്തിന്റെ സ്തോത്രം, 153 വലിയ മീൻകൂട്ടത്തെ അവർക്ക് ലഭിച്ചു. അവർക്ക് വലയടിപ്പിക്കാനായിട്ട് കഴിയുന്നില്ല. അവര് സ്നേഹിതന്മാരെയൊക്കെ വിളിച്ചു, മറ്റു പടയിലുള്ളവരെയൊക്കെ വിളിച്ചു. എല്ലാവരും കൂടെ അത് പട കടിപ്പിച്ചതായിട്ട് നമ്മൾ കാണുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, ഇന്നലെ ചിന്തിച്ചപ്പോൾ ധ്യാനിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം അത്, യേശു ഇവരുടെ ഒരു മീനെപ്പോഴും യേശു എടുത്തില്ല കേട്ടോ. ഇന്നലെ അത് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ കൊണ്ടുവരണം പറഞ്ഞോ? ഇല്ല. കർത്താവ് ഭക്ഷണം രാവിലെ റെഡിയാക്കി വെച്ചിരിക്കുക. എന്താണെന്നറിയാമോ? 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പോഷിപ്പിച്ചതും വിളമ്പിക്കൊടുത്തത് ഇവരാ. അപ്പൊ ഇവരോട് പറയുക, നിന്റെ കർത്താവിന് ഇന്നും ആമേൻ നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണം ആമേൻ ഇവിടെ ഉണ്ടാക്കുവാൻ കഴിവുള്ളവനാ നിങ്ങളുടെ കർത്താവ്. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുള്ളത്? ദൈവത്തിന് സ്തോത്രം. ഇന്നലെ രാത്രിയിൽ എന്റെ മനസ്സിൽ തോന്നിയ ഒരു ചിന്ത ആമേൻ ഇതാണ്, അവരെ ഒന്നുകൂടെ പഠിപ്പിക്കുക. നിങ്ങളുടെ കർത്താവിനെ നിങ്ങൾ വിട്ടുപോയാൽ നിങ്ങൾ ഒന്നുമില്ലാത്തവരായി തീരും. നിങ്ങൾ കർത്താവിനെ അനുഗമിച്ചാൽ നിങ്ങളെല്ലാം ഉള്ളവരായി തീരും. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് ആമേൻ ആടുത്ത വാക്യം കൂടെ വായിച്ചു. മീനിന്റെ പെരുമഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു ശിമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകയാൽ അങ്കി അരയെ ചുറ്റി കടലിൽ ചാടിയ ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിൽ അധികം ദൂരം തല്ലായികയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചുകൊണ്ട് ചെറിയ പടകിൽ വന്നു. കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ വെച്ചിരിക്കുന്നതും മീൻ അതിന്മേൽ വെച്ചിരിക്കുന്നതും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. ശിമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു അവരോട്, വന്ന് പ്രാതൽ കഴിച്ചു കൊടുക്കുകയും എന്ന് പറഞ്ഞു. യേശു പറയുകയാണ്, ഒന്ന് പ്രാതൽ കഴിച്ചു കൊടുക്കുകയും. അവരോട് ചോദ്യം ചോദിക്കുന്നത്, തിന്നുവാൻ വല്ലതുമുണ്ടോ ചോദിക്കുക. 153 വലിയ മീനുള്ള അവരോട് ചോദിക്കുക, തിന്നുവാൻ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രയത്നത്തിൽ ഒന്നും കർത്താവിന് വേണ്ട. ഇവിടെ നമ്മുടെ കഴിവുണ്ടോ മിടുക്കുണ്ടോ നമുക്ക് ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. പറ്റുമല്ലോ. ഞാൻ ഇന്ന് ഓർക്കുന്ന ഖത്തറിൽ എത്ര പേരെ കൊണ്ടുപോയി, എത്ര പേർക്ക് വിസ, എത്ര ഫാമിലി വിസ, എത്ര പേർക്ക് റെഡിയാക്കി കൊടുത്തു. പക്ഷെങ്കില് ഞാൻ അന്നൊക്കെ വലിയ കഴിവുള്ളവരെന്ന് കരുതിയത്. എന്നാൽ എനിക്കൊരു കാര്യം പോലെ നമ്മുടെ ഒന്നും കഴിവ് മിടുക്കൊന്നും അല്ലെന്ന് ദൈവം നമ്മോട് കാണിച്ച കരുണ. ഇന്ന് ഞാനിവിടെ മൈക്കിൽ നിൽക്കേണ്ടതിന് വേണ്ടി ദൈവം കാണിച്ചൊരു കരുണയാ. അവിടുത്തെ ജോലിയും അവിടുത്തെ കാര്യങ്ങളും എല്ലാം എന്ന് ഞാൻ മനസ്സിലാക്കുകയാ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നോക്കിയേ, 7 പേരുടെ അടുക്കിലേക്ക് വീണ്ടും മടങ്ങി ചെല്ലുകയാ. നമ്മളിവിടെ അവസാനിപ്പിക്കുക ദൈവം അനുവദിച്ചാൽ. ആമേൻ. ആ ബാക്കി 40 കാര്യങ്ങൾ പിന്നീട് നമുക്ക് ചിന്തിക്കാമെന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുക. ഒന്നാമതായിട്ട് ആർക്കാണ് ആദ്യം പ്രത്യക്ഷപ്പെട്ട ഭാഗ്യം ലഭിച്ചത്? ആ ഭാഗ്യം ലഭിച്ചത് ആർക്കാ? മക്കളെക്കാരത്തെ മറിയ. 7 ഭൂതങ്ങളുണ്ടായിരുന്നു. അവിടെ ഭൂതം വിട്ടുപോയപ്പോൾ കർത്താവിനെ അവൾ അത്രമാത്രം സ്നേഹിച്ചു. ആമേൻ. അവൾക്കാണ് കർത്താവ് പിന്നീട് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. രണ്ടാമതായിട്ട് കണ്ടു, ആമേൻ, സഭയുടെ തലവനാകേണ്ട പത്രോസിന് പ്രത്യക്ഷപ്പെട്ടു. മൂന്നാമതായിട്ട് എമ്മോസിലേക്ക് പോകുന്ന 2 പേർക്ക്. കാരണം നിങ്ങൾ വീണ്ടും വരണം, അത് ചിന്തിപ്പാനായിട്ട് സമയമില്ല. നിങ്ങൾ വീണ്ടും യെരൂശലേമിൽ വരണം അല്ലേ? 40 നാൾ കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? മാളികമുറിയിൽ വന്നിരിക്കണം. ആ വാളൊക്കെ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം. പ്രിയപ്പെട്ടവരെ, അപ്പൊ അവർക്ക് കടന്നു വരണം എന്നുള്ളത് കൊണ്ട് ഇവിടെ നമ്മൾ കാണുകയാണ്, എംബോസിലേക്ക് പോയ 2 പേര്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയി സ്വസ്ഥമായിട്ടിരിക്കാനില്ല. ഞാൻ ഈ കഷ്ടപ്പെട്ട് ക്രൂശിമരണം വഹിച്ചത്, ഞാൻ പുനരുത്ഥാന ശരീരം ആമേൻ ആമേൻ ഇന്ന് നിന്റെ അടുക്കൽ പ്രത്യക്ഷപ്പെട്ടത്, നിനക്ക് അപ്പം നുറുക്കി തന്നത്, ഇതെല്ലാം ഓർത്തോളാൻ പറയുന്നത് ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയാണെങ്കിൽ
പ്രിയപ്പെട്ടവരെ നമ്മൾ മറന്നു പോകരുത്. മൂന്നാമതായിട്ട് നമ്മൾ കണ്ടത് എമ്മോസിലേക്ക് പോയ 2 ശിഷ്യന്മാർക്ക് കർത്താവ്, ഇതൊക്കെ വീട്ടിൽ പോയി ഒന്ന് വായിക്കണേ. എന്നിട്ട് നാലാമതായിട്ട് കണ്ട് 10 ശിഷ്യന്മാർ. പിന്നെ നമ്മൾ കണ്ടു ആമേൻ തോമസ് ആ സമയത്തില്ലായിരുന്നു. പിന്നെ തോമസും കൂടെ മാളികമറിയിരിക്കുമ്പോൾ 11 പേർക്ക് പ്രത്യക്ഷനായി. ആമേൻ ആറാമത് നമ്മൾ കണ്ടത് 7 പേർക്ക് പ്രത്യക്ഷനായി. ഞാൻ അവരുടെ പേരൊക്കെ പറഞ്ഞല്ലോ. ആമേൻ യാക്കോബ്, യോഹന്നാന്, പത്രോസ്, തോമസ്, നാഥനയേല്, ആമേൻ എന്നെ തുടങ്ങിയ 7 പേർ ഒരുമിച്ചിരിക്കുമ്പോൾ ആമേൻ കർത്താവ് പ്രത്യക്ഷനായി. ഹല്ലേലൂയ. ഇന്ന് അവന് പ്രത്യക്ഷനാകേണ്ട കാര്യമില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മധ്യേ അവനുണ്ട്, അങ്ങനല്ലേ? അവൻ 2-3 പേർ എവിടെ കൂടിയാലും അവരുടെ മധ്യേ കർത്താവുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ വായിച്ച വാക്യം എന്നാ? ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട്. അന്ന് ശിഷ്യന്മാരോട് പറഞ്ഞ അതേ വാക്ക് നമ്മുടെ ഹൃദയത്തിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക. നീ ഇത് കഴിഞ്ഞിറങ്ങി പോകുമ്പോഴും രാമേൻ അടുത്ത വ്യാഴാഴ്ച ദൈവം അനുവദിച്ചാൽ വരുന്നുണ്ടെങ്കിലും വന്നെങ്കിലും അല്ലെങ്കിൽ എവിടെയായിരുന്നാലും ഞായറാഴ്ച ദേവാലയത്തിൽ പോയാലും എവിടെയായിരുന്നാലും എല്ലാ നാളും ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. അതുകൊണ്ട് എന്താ നമുക്ക് തന്നത്? സമാധാനം തന്നിരിക്കുക. മാത്രമല്ല ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിരിക്കുക. 2 കാര്യങ്ങൾ ഈ ഭാഗത്തൂടെ നമ്മൾ കണ്ടു. ഒന്ന്, ആമേൻ സമാധാനം നിങ്ങൾക്ക് എന്റെ അതേ സർവ എന്ന് പറയുന്നത് ആമേൻ സർവത്തിന്മേലുള്ള സമാധാനം നിനക്ക് നൽകി. ലോകത്തിലുള്ള എന്തിനേക്കാളും വലിയ സമാധാനം നിനക്ക് തന്നിരിക്കുക. അതുൾപ്പെടെ ഒന്നിനെയും ഭയപ്പെടാതെ മുൻപോട്ട് പോകാനുള്ള ആമേൻ ഒരു വലിയ കൃപയും ദൈവം തന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം, കർത്താവേ എന്റെ ജീവിതത്തിന്റെ അവസാനം വരെയും നീ എന്നോട് കൂടെ ഉണ്ട്. എല്ലാവരും നെഞ്ചത്ത് കൈവച്ചു, നീ എന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ നീ എന്നോട് കൂടെ ഉണ്ട്. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, നിത്യനായ സ്വർഗ്ഗപിതാവേ, മനോഹരമായ വ്യാഴാഴ്ച കൂടെ ലഭിച്ചല്ലോ. ഞങ്ങൾ പലപ്പോഴും കേട്ടതാണെങ്കിലും കേട്ടിട്ടില്ലാത്ത അറിവുകൾ പലതും ഞങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പാണ്ട് കാണാൻ ദൈവം സഹായിച്ചു. 6 ആളുകൾക്ക് പ്രത്യക്ഷനായി. ഞങ്ങളുടെ കർത്താവ് 40 നാളുകൊണ്ട് 40-ലധികം പേർക്ക് പ്രത്യക്ഷനായി എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി ശക്തമായ ഭാഷയിൽ പറയുമ്പോൾ 6 പേർക്ക് പ്രത്യക്ഷപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ചിന്തിപ്പാൻ ഈ പ്രഭാതവേളയിൽ പ്രത്യേകിച്ച് ആമേൻ സ്വർഗ്ഗാരോഹണത്തോട് ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ലഭിച്ച ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ വന്നു നന്നായെന്ന് പറയുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ ഭവനത്തിലുള്ളവർ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ എല്ലാവരും വാസ്തവമായി ഞങ്ങൾ കണ്ടതുപോലെ ദൈവത്തെ കണ്ടുമുട്ടി ദൈവമക്കളായി തീരുവാൻ സ്വർഗ്ഗമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നല്ല വചനങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളിപ്പോൾ പിരിയുക കർത്താവേ, നീ പിരിയാത്തവനായി കൂടെ ഇരിക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ താഴ്മയായവനെയുമായി ചോദിക്കുന്ന കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ.